Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാഷ് ഇൻ ഇറ്റലിയുടെ പ്രഡിക്ഷനിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നത് ഒത്തിരി മാച്ചസ് ഒന്നും സാധാരണ ഇപ്പം നടക്കാറില്ല. അപ്പം 5 മാച്ചേ ഉള്ളൂ ടെക്നിക്കലി ഇപ്പം ക്ലാഷ് ഇൻ ഇറ്റലിയിൽ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അതെ, അതിൽ ഫസ്റ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നത് മിക്കവാറും കോഡി റോഡ്സും കന്തറിന്റെ മാച്ച് ആയിരിക്കും. WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മാച്ച്. അപ്പം അതിൽ നല്ലൊരു മാച്ച് തന്നെയായിരിക്കും. നമുക്കറിയാം കോഡിയും കന്തറി എത്രയൊക്കെയോ മാച്ചുകൾ നടന്നിരിക്കുന്നു. അപ്പം നമുക്കറിയാം അതൊരു നല്ല മാച്ച് തന്നെയായിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. സോ പക്ഷേ ഇതിൽ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ കോഡി റീറ്റെയിൻ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. കോഡി ഇപ്പം റീറ്റെയിൻ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കോഡിയും റാൻഡി ആയിട്ടുള്ള ഒരു സംഗതി ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഹോപ്പ്ഫുള്ളി റാൻഡിയുടെ റിട്ടേൺ വരുമ്പോഴത്തേന് റാൻഡി പിന്നെ ചാമ്പ്യൻഷിപ്പ് കോഡിയുടെ നിന്ന് എടുക്കാനുള്ളതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എൻ്റെ പ്രഡിക്ഷൻ ആക്ച്വലി കോഡി റിട്ടേൺ ചെയ്യുന്നതാണ്. എനിക്കും നല്ലൊരു ഹാർഡ് ഹിറ്റിംഗ് മാച്ച് ആയിരിക്കും. കാരണം കന്തർ ഓഫ് കോഴ്സ് അറിയാലോ, കന്തറിന്റെ മാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് സ്റ്റൈൽ അടിച്ച് പുറം പൊളിക്കുന്ന മാച്ചുകൾ. അപ്പം നല്ല ഒരു ഹാർഡ് ഹിറ്റിംഗ് മാച്ച് ആയിരിക്കും. എൻ്റെ ഒരു ആഗ്രഹം ഗന്തർ, എൻ്റെ ഒരു ഒപ്പീനിയൻ ഗന്തർ യൂറോപ്പിലായതുകൊണ്ട്, ഒരു യൂറോപ്യൻ ആയതുകൊണ്ടും ഒരു പക്ഷേ ഗന്തറിൻ്റെ ഒരു നല്ലൊരു റെസൽമേനിയസ് ഒരു ഇത് കൊടുക്കാനായിട്ട്, ഒരു ക്രൗണിങ് കൊടുക്കാനായിട്ട്, ഒരു പക്ഷേ ചാമ്പ്യൻഷിപ്പ് എടുക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അവർ അങ്ങോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. റാൻഡിയുടെ ഫീൽഡ് കറക്റ്റാണ്. പക്ഷേ റാൻഡി ഇനിയിപ്പോൾ എപ്പോൾ വരുമെന്നൊന്നും ആർക്കും അറിയത്തില്ല. റാൻഡിക്ക് ബാക്ക് ഇഷ്യൂ കലസലായിട്ടുണ്ട്. ഇപ്പം കണ്ടിന്യൂസ്ലി ഇത്രയും പ്രായമായില്ല. അപ്പം ഇനിയിപ്പോൾ റാൻഡി എന്ന് തിരിച്ചു വരുമെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഒരു പക്ഷേ ഇപ്പോൾ കോടി ചാമ്പ്യനാണ്. കോടി ഇപ്പോൾ ഒത്തിരി എല്ലാ ടൈറ്റിൽ റെയിനും ലോങ് റൺ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പം കുറച്ചായല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഗന്തർ ജയിച്ചാലും ഐ ഡോണ്ട് മൈൻഡ്. പിന്നെ നമുക്ക് അടുത്ത മെയിൻ ഇവന്റിൽ അല്ലെങ്കിൽ മെയിൻ ഇവന്റ് ഇതായിരിക്കുമോ നമുക്കറിയില്ല. മേ ബി ഇത് തന്നെയായിരിക്കാം. റോമൻ റെയിൻസും ജേക്കബ് ഫാറ്റും ആയിട്ടുള്ള മാച്ച്. അതൊരു ട്രൈബൽ കോമ്പാക്ട് മാച്ചാണ്. ഇപ്പോൾ ജേക്കബ് ആക്ച്വലി തോറ്റാൽ റോമനെ അക്നോളജ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റോറിയിലാണ് അവർ പോകുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ റോമൻ ഇപ്പം ഇതാവുമെന്ന് എനിക്ക് ജേക്കബ് ജയിക്കണം എന്നാണ് ആഗ്രഹം. എന്ത് പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നില്ല റോമന്റെ കയ്യിൽ ഇപ്പം ചാമ്പ്യൻഷിപ്പ് പോകും. സോ എൻ്റെ പ്രൊഡിക്ഷൻ റോമൻ റീറ്റെയിൻ ചെയ്യും എന്ന് തന്നെയാണ്. അത് ഇങ്ങനെ പറയാം. കാരണം ഇപ്പോൾ ഇതൊരു എന്നാ പറയുന്നത്, ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ പറ്റുമായിരുന്നു. ഇനി ഇപ്പോഴത്തെ ഒരു WWE സ്റ്റൈൽ ഓഫ് ബുക്കിംഗ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരെല്ലാം വലിയ ഇവന്റ് അല്ലേ, ഇങ്ങനെ കുറേ നാൾ സ്റ്റോറി ഇവഞ്ച്വലി എൻഡിങ് അപ്പ് ഇൻ ടു എ ടൈറ്റിൽ ചേഞ്ച് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ മിക്ക സ്റ്റോറി കാണുന്നത്. അല്ലാതെ ഇപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് റോയിലൊക്കെ ഒരു ചാമ്പ്യൻഷിപ്പ് ചേഞ്ച് ഒക്കെ കാണാം, അതും വേൾഡ് ടൈറ്റിൽ. ഇപ്പോൾ അതൊന്നും കാണാനേ ഇല്ല. ഇപ്പോൾ എത്ര വർഷമായി അങ്ങനെ ഒരു വേൾഡ് ടൈറ്റിൽ ചേഞ്ച് കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇതിപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഫ്യൂഡ് തുടങ്ങിയത് ഇപ്പം വേറെ എങ്ങനെയാ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഒരു പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഒരു ഷോക്ക് ടൈറ്റിൽ ചേഞ്ച് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ജേക്കബ് ഫാറ്റിനെ ജയിപ്പിക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പം എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞ പോലെ റോമൻ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ വേറൊരു ഇപ്പം റൂമർ വന്നേക്കുന്നത് ജേക്കബ് ഫാറ്റു ചെറുതായിട്ട് ഇഞ്ചുർ ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ലൈവ് ഷോയിൽ മാഞ്ചസ്റ്ററിലെങ്ങാണ്ട് നടന്നൊരു ലൈവ് ഷോയിലെങ്ങാണ്ട് ജേക്കബ് ഫാറ്റിന് ചെറിയൊരു ഇഞ്ചുറി പറ്റി. ലിംബി ഇന്ന് മാച്ച് കഴിഞ്ഞ് ലിംബി തോന്നുന്നു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അറിയത്തില്ല, ഇപ്പം റോമനെ തന്നെ ചാമ്പ്യനാക്കി നിർത്തുമായിരിക്കാം. സമ്മർ സ്ലാമിലോട്ടായിരിക്കാം പിന്നീട് നോക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ, അല്ലെ പ്രതീക്ഷ. അതെ. അപ്പം അങ്ങനെ തന്നെ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫെമി ബ്രോക്ക് ലെസ്നർ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റെസ്ൽമേനിയയും ഓബ ആക്ച്വലി വിക്ടോറിയസ് ആയി. സോ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല ബ്രോക്ക് വിക്ടോറിയസ് ആവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം 1:1 എന്നുള്ള ഒരു റേഷ്യോയിൽ വന്ന് നിൽക്കും. പിന്നെ ഒരു തേർഡ് മാച്ച് പോകുമ്പോഴത്തേന് ആരാണ് എന്നുള്ള രീതിയിൽ പോകാനായിരിക്കും ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ആക്ച്വലി. സോ ആ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യം ബ്രോക്ക് ആയിരിക്കും വിക്ടോറിയസ് ആവുന്നെന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ശരിയാണ്. 1-1 ആയി. പിന്നെ ഇപ്പം മൂന്നാമത്തെ മാച്ചിൽ അവർക്ക് ആരാണെന്നുള്ള രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷേ അതാണ് നമ്മൾ എപ്പോഴും കാണുന്ന ലോജിക്കൽ വേ ഓഫ് ഒരു ഫ്യൂഡ് അല്ലേ. പക്ഷെ ഞാനിപ്പം എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം കൂടെ ആവട്ടെ അത്. ഈ ഒരു മാച്ച് ഇപ്പം അവരുടെ ഫ്യൂഡ് നമുക്കറിയാം, അവർ കടിച്ച് കീറി തിന്നാൻ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അത് തന്നെ ഒരു നോ കോൺടെസ്റ്റ് അല്ലെ, ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആവട്ടെ മാച്ച്. കാരണം സാധാ മാച്ചല്ലേ ഇപ്പോൾ അനൗൺസ് ചെയ്തേക്കുന്നത്. നോ ഡിസ്ക്വാളിഫിക്കേഷൻ, നോ സാങ്ഷനോ അങ്ങനെയൊന്നുമല്ല. അപ്പം ഇനി അങ്ങനെ ഒരു ഇതിലോട്ട് പോട്ടെ. ഞാനതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അവരൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തെറ്റി ഇത് ഒരു കണക്കിനും ഒരുപക്ഷെ മാച്ച് തുടങ്ങാൻ പോലും സംഭവം ഇടയാകത്തില്ല. അതിന് മുമ്പ് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി എറീന മുഴുവൻ അടിയുണ്ടാക്കി നടക്കുന്ന ഒരു സെറ്റപ്പിലോട്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു.
അല്ല അതും വളരെ നല്ലൊരു ഇതായിരിക്കും. അത് കഴിഞ്ഞ് ഭാവിയിൽ പിന്നെ ഫ്യൂഡ് മേ ബി സമ്മർ സ്ലാമിലോ വല്ലതും അതൊന്ന് ഇവഞ്ച്വലി എൻഡ് ചെയ്യുന്ന പോലെ വേണേൽ ആക്കാം. തീർച്ചയായിട്ടും. പിന്നെ ഫോർത്ത് മാച്ചും വിമൻസ് ടൈറ്റിൽ മാച്ച് ആയിരിക്കും. ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ റിയ റിപ്ലിയും ജെയ്ഡ് കാർഗിലുമായിട്ടുള്ള വിമൻസ് ചാമ്പ്യൻഷിപ്പ് അല്ലേ? അതില് അതെ വിമൻസ് ചാമ്പ്യൻഷിപ്പ്. പക്ഷെ അതില് എനിക്ക് തോന്നുന്നത് റിയ റിപ്ലി റീറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ജെയ്ഡിനെ കൊടുക്കരുത്, ദൈവത്തെ ഓർത്ത് കൊടുക്കരുത്. ഒരു ബോറടി കഴിഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇനി ജെയ്ഡിനെ കൊടുക്കരുത്. അപ്പം അതുപോലെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ജെയ്ഡിനെ പിന്നെ അങ്ങോട്ട് കൊണ്ട് ഇടുവോന്ന്. ഇപ്പോഴൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇപ്പം റിയ അതിനാ ഷാർലറ്റ് ഫ്ലെയറും അലക്സ ആയിട്ടുള്ള ഒരു സംഗതി ഒരു കെമിസ്ട്രി പോകുന്നുണ്ട്. ആ കെമിസ്ട്രി എങ്ങനെ പോയാലും പൊട്ടും. നേരത്തെ അതൊരു നല്ലൊരു സ്റ്റോറി ആയിട്ട് തന്നെ മാറുകയും ചെയ്യും. ഇപ്പം അറ്റാക്ക് ടീം എന്നുള്ളതിനകത്ത് ഇവരും കൂടെ ആയിട്ട് വരുമ്പോഴത്തേന് സംഗതി ഒരു ഡിഫറെന്റ് ഇതായി പോകും. സോ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് റിയ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെയും പ്രതീക്ഷ പ്രെഡിക്റ്റ് ചെയ്യുന്നതും ഇത് തന്നെ, അറിയാൻ തന്നെ. കാരണം ജെയ്ഡിനെ നീ പറഞ്ഞല്ലോ, ജെയ്ഡിനെ ഇപ്പോൾ ചാമ്പ്യൻ ആക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ജെയ്ഡിന് ഇച്ചിരി വർക്ക് വേണം. ഇവിടെ ഒന്ന് റെഡി ആവട്ടെ. അതുവരെ ഇങ്ങനെയൊക്കെ പോട്ടെ. ചെറിയ ഈ ബീഫാബും മിച്ചിനുമായിട്ടൊരു ഗ്രൂപ്പായിട്ട് അങ്ങ് പോട്ടെ. അങ്ങനെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പം എൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഞാൻ ഫാൻറ്റസി ബുക്ക് ചെയ്യുന്നതാണ്. ഇപ്പം ക്യൂൻ ഓഫ് ദ റിംഗ് വരുന്നുണ്ട്. ക്യൂൻ ഓഫ് ദ റിംഗിൽ JC ജെയിൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ JC ജെയിൻ ജയിക്കട്ടെ. JC ജെയിൻ ജയിച്ചിട്ട് റിയ ആയിട്ട് മാച്ച് പോട്ടെ. അതൊരു സൂപ്പർ മാച്ച് ആയിരിക്കും. JC ജെയിൻ ഇത് റിയ തോപ്പിച്ചാലും നൈസ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ഫ്യൂഡ് പോട്ടെ, അതായിരിക്കും നല്ലത്. ആൾക്കാർക്കും നല്ലത് അത് തന്നെയാണ്. JC ജെയിൻ അതെ തീർച്ചയായിട്ടും. പക്ഷെ JC ജെയിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആക്ച്വലി ഒരു മണി ഇൻ ദ ബാങ്കിൽ ആയിരിക്കും. മണി ഇൻ ദ ബാങ്ക് ജയിച്ചിട്ട് എങ്ങനെയും, കാരണം ഇവര് ഇതുമാണ് അപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത് ചാമ്പ്യൻഷിപ്പ് എന്താണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകും സംഗതി. അത് നൈസൊരു ഫാന്റസി ബുക്കിംഗ്. കാരണം JC ജെയിൻ ഒരു ഹീൽ ക്യാരക്ടർ ആയതുകൊണ്ട് കളത്തിറങ്ങി അപ്പം പെട്ടെന്ന് അല്ലെ ഓപ്പർച്യൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ ചാമ്പ്യൻഷിപ്പ് എടുത്തൊന്നും നോക്കാം. അതെ അതെ. പിന്നെ മിഡ് കാർഡ് ടൈറ്റിൽ ഇന്റർകോണ്ടിനെന്റൽ വിമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ബെക്കി ലിഞ്ചും സോൾ റൂക്കി ആയിട്ടുള്ള മാച്ച് ഉണ്ട്. ഒരു റീമാച്ച് എന്ന് പറയാം അല്ലേ? കഴിഞ്ഞ മാച്ച് ഡിസ്ക്വാളിഫൈ ആയി പോയി. അതിന് ബാക്കിയായിട്ട് ഇപ്പം ആ ഫീൽഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ബെക്കി വേഴ്സസ് സോൾ റൂക്ക എനിക്ക് തോന്നുന്നില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല സോൾ റൂക്കി ഇപ്പം തന്നെ ചാമ്പ്യൻ ആവുമെന്ന്. എന്ന് പറഞ്ഞിട്ട് സോൾ റൂക്കയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഉള്ള ഒരു പിക്ചറിൽ സോൾ റൂക്ക് തന്നെയാണ് ഫ്യൂച്ചർ. സോ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ചാമ്പ്യൻഷിപ്പ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു വകുപ്പ് കാണും എന്നുള്ള ഒരു ഇത് തോന്നുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇപ്പം ഈ റെഫറി ജെസിക്ക കാറുമായിട്ടുള്ള ഒരു സംഗതി ബെക്കി പോകുന്നുണ്ട്. എല്ലാ മാച്ചസിലായിട്ടും ജെസിക്ക കാറുമായിട്ടുള്ള ഒരു സംഗതി നടക്കുന്നുണ്ട്. സോ എന്തെങ്കിലും ജെസിക്കാറായിട്ടുള്ള ഒരു എലമെന്റ് ഈ പ്രാവശ്യം കാണും. സ്റ്റിൽ ബെക്കി റീറ്റെയിൻ ചെയ്യും എന്നാണ് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അത് നൈസാണ്. ഇപ്പം ഫ്യൂഡ് ഇപ്പം വേറെ ഫ്യൂഡുണ്ടോ ഭാവിയിലൊന്നും അറിയത്തില്ല. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നല്ല, നമ്മുടെ ഒരു ഇതുപോലെ പറഞ്ഞ പോലെ ഫാൻറ്റസി ബുക്ക് ചെയ്യുന്നതാണ്. ഒരു ഷോക്ക് എന്നുള്ള രീതിയിൽ വേണേൽ ഒരു അപ്സെറ്റ് വിക്ടറി. അതെങ്ങനെയാണ്? ജെസിക്ക കാർ ഇൻവോൾവ് ആണോ? ജെസിക്ക കാർ വേണേൽ ഒരു ഫാസ്റ്റ് കൗണ്ട് ചെയ്തോ അങ്ങനെ വല്ലതും ബെക്കിയെ തോപ്പിച്ചിട്ട് അവസാനം ബെക്കിക്ക് പറയാലോ ഓക്കെ അവള് കാരണമാണ് ഞാൻ തോറ്റത്, അല്ലാതെ ഞാൻ ശരിക്കും തോക്കേണ്ടതല്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ഫ്യൂഡ് വേണം നിലനിർത്തുകയും ചെയ്യാം. വേണമെങ്കിൽ ജെസിക്ക കാറുമായിട്ടൊരു ചെറിയൊരു സൈഡ് ഫ്യൂഡ് പോകാനും അതൊരു ഒരു ഗുണം ചെയ്യും. അത് നമുക്ക് സ്റ്റോറി ലൈൻ മുന്നോട്ട് പോകില്ല. കാരണം ടൈറ്റിൽ ചെയ്യുമ്പോൾ അങ്ങോട്ടും കൂടെ മാറിയിട്ട് കാര്യം എന്തെങ്കിലും സ്റ്റോറിയും കൂടെ വേണം, എന്നാലല്ലേ ഒരു കാര്യമുള്ളൂ. അല്ലെ ഒരു രസം കാണത്തില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇപ്പം ബെക്കി ഇത്രയും ഒരു ഹീലായിട്ട് നിൽക്കുന്നത് കൊണ്ട് വേണം ആ രീതിയിലും ചെയ്യാം. തീർച്ചയായിട്ടും അതൊരു നമുക്ക് കണ്ടറിയാം. ഇപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രൊഡിക്ഷൻസ്. ഡസന്റ് മീൻ ദാറ്റ് ഇതിൽ എന്ത് വേണമെങ്കിലും നടക്കാം അല്ലെ? എന്ത് കാര്യങ്ങളും ഇതിൻ്റെ നടക്കാൻ പറ്റും. ആർക്ക് ഇൻവോൾവ്മെന്റ്, പുതിയ ഡെബ്യൂസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇൻവോൾവ്മെന്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മൾ അടുത്ത് തന്നെ ഫ്യൂ അവേഴ്സിനുള്ളിൽ സംഗതി നമുക്ക് അറിയാം ആരൊക്കെയായിരിക്കും വിക്ടറീസ് ആവുന്നെന്നുള്ളത്. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദി പ്രോ റെസ്ലിംഗ് ആനലിസ്റ്റ്. കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.